45 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അങ്കണവാടി ഹെൽപ്പർക്ക് ഗംഭീര യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ജനപ്രതിനിധികളും. പത്തനംതിട്ട കൂടൽ അങ്കണവാടിയിലെ കൊച്ചു ടീച്ചർ എന്നറിയപ്പെടുന്ന ഹെൽപ്പർ സുകുമാരിയമ്മയ്ക്കായിരുന്നു വൈകാരികമായ യാത്രയയപ്പ്. അങ്കണവാടി കെട്ടിടങ്ങൾ പലത് മാറി, അധ്യാപകരും മാറി മാറി വന്നു. പക്ഷേ കൊച്ചു ടീച്ചർ എന്ന സുകുമാരിയമ്മ അവിടെ തന്നെ തുടർന്നു. 4 പതിറ്റാണ്ടിലേറെ അങ്കണവാടി സുകുമാരിയമ്മയ്ക്ക് ജീവവായുവായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം കൊച്ചു ടീച്ചർ അങ്കണവാടിയുടെ പടിയിറങ്ങി. 18-ാം വയസ്സിലായിരുന്നു സുകുമാരിയമ്മ അങ്കണവാടിയിൽ ജോലിക്കെത്തിയത്. 4 വയസ്സുകാരൻ മകൻ കുളത്തിൽ വീണ് മരിച്ച ശേഷം അങ്കണവാടിയിലെ കുഞ്ഞുങ്ങളായിരുന്നു കൊച്ചു ടീച്ചറിന്റെ ലോകം. എല്ലാരും പഠിപ്പിച്ചവരൊക്കെ എല്ലാം ജോലിക്കാരും നല്ലതായിട്ടൊക്കെ പോകുന്നുണ്ട്. എല്ലാരും ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. എല്ലാരും ഒരു ചിരി പാസ്സാക്കി ഞാൻ എനിക്ക് ഭയങ്കര എന്താ പറയാനാണ്. 1000-ലധികം കുഞ്ഞുങ്ങൾ അങ്കണവാടിയിൽ നിന്ന് പഠിച്ചിറങ്ങി. പലർക്കും മക്കളും കൊച്ചുമക്കളും ഒക്കെയായി. അവരെല്ലാം ഇടയ്ക്ക് കൊച്ചു ടീച്ചറെ കാണാനെത്തും. സുകുമാരിയമ്മയുടെ യാത്രയയപ്പിനും അവരെല്ലാവരും എത്തി. ജനകീയവേദി കൂട്ടായ്മ പൊതുസമ്മേളനം നടത്തി കൊച്ചു ടീച്ചറെ അങ്കണവാടിയിൽ നിന്ന് യാത്രയാക്കി. ഒപ്പം മൊബൈൽ ഫോണും 1.5 ലക്ഷം രൂപയും സമ്മാനമായും നൽകി. യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കോന്തി MLA ജനീഷ് കുമാറും എത്തി. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.